ഈ ഒരു യാത്ര തുടങ്ങുന്നത് മലപ്പുറത്തു നിന്നാട്ടോ. മലപ്പുറത്ത് നിന്ന് ഊട്ടിയിലോട്ടുള്ള യാത്രയാണ്. ഒരു വീഡിയോ എടുക്കുന്നത് ഏകദേശം നമ്മുടെ നാടുകാണി എത്തിയത് മുതലാണ് ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ട്ടോ. കാരണം മുൻപായിട്ടൊന്നും കാണാനൊന്നുമില്ല. വെറും റോഡും കുറേ വാഹനങ്ങളും മാത്രമേ ഉള്ളൂ. പോരാത്തതിന് നിലമ്പൂർ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരുപാട് സ്ഥലത്ത് റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഉച്ചക്കായിരുന്നു നമ്മൾ യാത്ര തുടങ്ങിയത്. നല്ല ചൂടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അല്പം സമാധാനം കിട്ടി. മരങ്ങൾക്കിടയിലൂടെ പോകുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റും നല്ലൊരു ചെറിയ തണുപ്പൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പോണ വഴിക്കൊന്നും അധികം ട്രാഫിക്കൊന്നും ഇല്ലല്ലോ. ചെറുത്തിൽ സാധാരണ പെരുന്നാളിൻ്റെ ടൈമൊക്കെ പോകുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഇക്കോഴി പോകുമ്പോൾ ചുരമൊക്കെ കാലിയാണ്. അധികം വാഹനങ്ങളൊന്നും ഇല്ല. എന്നാലും കുറേയൊക്കെ വാഹനങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ട്രാഫിക് ഇല്ലായിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ നാടുകാണി എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഏകദേശം നല്ല കാഴ്ചകളെന്ന് പറയുന്നത് ഈ പ്രകൃതി തന്നെയാണ് കേട്ടോ. ഈ ഒരു പച്ചപ്പും മരനിരകളും ഇവ കണ്ടുള്ള യാത്ര നല്ല അടിപൊളി യാത്രയാണ്. എന്താ അറിയില്ല, മലപ്പുറത്തുകാർക്ക് ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എത്ര കണ്ടാലും അത് അങ്ങനെ പെട്ടെന്നൊന്നും മടുക്കില്ല. കാരണം ഏത് വിരുന്ന് വന്നാലും മലപ്പുറത്തുകാർ ആദ്യം പോകുന്നത് ഊട്ടിയിലോട്ടായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും റോട്ടിലൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങി കേട്ടോ. വണ്ടികളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. കേരള വണ്ടികളും കേരള വണ്ടികളൊക്കെ ഒരുപാട് കണ്ടു. ഓ, ബ്ലോക്ക് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നല്ല ബ്ലോക്ക് കേട്ടോ. നാടുകാണി നമ്മളെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കുകളായിരുന്നു കേട്ടോ. ചില ഓട്ടോക്കാരൊക്കെ എന്തൊക്കെയോ പെറുകുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് അവരുടെ പണി മുടക്കിയിട്ടാണല്ലോ നമ്മളെല്ലാവരും കൂടി ഈ ടൂർ പോകുന്നത്. ഈ കേരളത്തിലെ ഈ വണ്ടികൾ കാരണം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നത് അവിടുത്തെ സാധാരണ ആളുകൾ കേട്ടോ. ടാക്സി ഡ്രൈവർമാർ മറ്റൊക്കെ ഈ വണ്ടികളെല്ലാം നിൽക്കുന്ന അധികവും കേരള വണ്ടികളാണ്. അതിലിടയ്ക്ക് അവിടുത്തെ തമിഴ്നാട് ടാക്സി വണ്ടികളുണ്ട്. എന്തായാലും ബ്ലോക്കൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ യാത്ര തുടങ്ങി. ഇപ്രാവശ്യം എന്താ അറിയില്ല, എന്തായാലും തിരക്ക് വളരെ കുറവായിരുന്നു. എന്തായാലും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്ന്. ഏകദേശം നാടുകാണിൽ നമ്മൾ ഗുഡല്ലൂർ ടൗണിലോട്ട് ഏകദേശം 11 കിലോമീറ്ററിൽ കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഗുഡല്ലൂർ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്കൊക്കെ കാണാനെല്ലാം കേരള വണ്ടി കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം തിരക്ക് വളരെ അധികം കുറവാണ്. സാധാരണ ഒരു പെരുന്നാൾ അടുപ്പിക്കുന്ന ടൈമിലൊക്കെ ചുരമൊക്കെ ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിരിക്കും. ഏകദേശം ഊട്ടി വരെ ബ്ലോക്കുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
എന്നുള്ളത് നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ കാണാൻ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ചില വണ്ടികൾ തട്ടുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. ചെറിയ ഒരസലും മുട്ടലൊക്കെ ഉണ്ടാവും. പോകുന്ന ആളുകളെല്ലാം ഊട്ടിയിലോട്ടാണ് കേട്ടോ. ഒരുപാട് പേര് പോകുന്നുണ്ട്, കപ്പിൾസായിട്ട്, സിംഗിളായിട്ട്, ഫ്രണ്ട്സായിട്ട് ഒരുപാട് പേര്. ഒന്നാമത് നമ്മുടെ കാലാവസ്ഥ ഭയങ്കര ചൂടായതുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഊട്ടിയിലോട്ട് പോകുന്നത്. ഊട്ടിയിലിപ്പോൾ രാത്രിയൊക്കെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ബൈക്കിലൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. നല്ല പച്ചപ്പാണ്, നല്ല അതെയല്ലോ. ഇതിപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് റോട്ടിൽ എടുത്താൽ കേട്ടോ, ഗോൾഡിൽ എത്തുന്ന മുൻപായിട്ട് നല്ല അടിപൊളി സ്ഥലം. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ആ റോട്ടിലോട്ട് എടുത്ത് നോക്കി, നല്ല കാഴ്ച, നല്ല അടിപൊളി തേയിലത്തോട്ടം, നല്ല അടിപൊളി പ്രകൃതി അല്ലേ, എന്താ അല്ലേ പച്ചപ്പ്, അടിപൊളി. ഇവിടുന്ന് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നിർത്തിയിട്ട് വെറുതെ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഏകദേശം ഞങ്ങൾ ഗുഡല്ലൂരിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴും ചെറുതായിട്ട് ബ്ലോക്കുണ്ടായിരുന്നു കേട്ടോ. അത്ര വലിയ ബ്ലോക്കൊന്നുമല്ല, എന്നാലും ചെറിയ ബ്ലോക്കുണ്ടായിരുന്നു. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള വണ്ടികൾ തന്നെയാണ് കേട്ടോ. എന്താ അറിയില്ല, മലയാളികൾക്ക് ഇപ്പോൾ ഊട്ടിയോട് പ്രത്യേക സ്നേഹമാണ്. അതാണ് എല്ലാവരും ഊട്ടി എത്ര തവണ കണ്ടാലും വീണ്ടും വീണ്ടും ഊട്ടിയിലോട്ട് പോകും. ഞാൻ തന്നെ ഇപ്പോൾ ഊട്ടിയിലോട്ട് പോകുന്ന എത്രാമത്തെ തവണയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. എങ്ങനെയായാലും ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഊട്ടിയിൽ പോയിട്ടുണ്ടാവും. ഒന്നാമത് ചിലവ് കുറച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. മലപ്പുറത്ത് നിന്നൊക്കെ അധികം ദൂരവും ഇല്ല. 100-130 കിലോമീറ്ററൊക്കെ മലപ്പുറം ടൗണിൽ നിന്ന് വരുന്നുള്ളൂ. ഇതെന്താ മലനിരകൾ കണ്ടോ നിങ്ങൾ നേരിട്ടുള്ളിൽ കാണുന്നു. അതിൻ്റെ താഴെ കൂടെ ഉണ്ട് നമുക്ക് പോകാനുള്ളത്, ചുരം കയറി പോകാനുള്ളത്. വീണ്ടും നല്ല അടിപൊളി കാഴ്ചകൾ വരുന്നത്, നല്ല തേയിലത്തോട്ടങ്ങളും ഒക്കെ. ഗൂഡല്ലൂരിനെ ഊട്ടിയായ സുന്ദരമാക്കുന്നതിൻ്റെ പ്രകൃതി തന്നെയാണ് കേട്ടോ. ഒരുപാട് നല്ല കാഴ്ച, നല്ല മലകളും മലനിരകളും കാഴ്ചകളും ഒക്കെ ആയിട്ടില്ല. നല്ല അടിപൊളി പ്രകൃതി. ഇവിടെ ആളുകളെ ഏറ്റവും കൂടുതൽ തിരിച്ചിരിക്കുന്നു. ഒന്നാമത് നല്ല പച്ചപ്പാണ് കേട്ടോ, നല്ല ഗ്രീനറിയാണ്. എവിടെ നോക്കിയാലും നല്ല മരങ്ങളും തേയിലത്തോട്ടങ്ങളും. നമ്മൾ ഏകദേശം ആ പൈൻ ഫോറസ്റ്റ് ഇല്ലേ, അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെറുതെ അവിടെ എത്തിയപ്പോൾ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടോ. ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതാണ് ബൈക്കിൽ വരുമ്പോഴും ചെറിയ ഷേക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം റോഡ് അത്ര നല്ല റോഡൊന്നും അല്ല, എടുത്തിട്ടുണ്ട് പോയതൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൂയിസൈഡ് പോയിന്റ് ആണ് നീ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം നമ്മൾ നടുവട്ടം എത്തിയിട്ടുണ്ട്. നടുവട്ടം ചായ പള്ളി അറിഞ്ഞതായിരുന്നു, അപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് തന്നെയാണ് ഊട്ടിയിൽ മൊത്തത്തിൽ കാണാനുള്ള, ഊട്ടിയിൽ എപ്പോൾ പോകുമ്പോഴും കാണാനുള്ള കാഴ്ചകൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഈ തേയിലത്തോട്ടങ്ങളും പ്രകൃതി ഒക്കെ തന്നെയായിരുന്നു. പിന്നെ കുറേ ആക്ടിവിറ്റികൾ ഉണ്ടാവും. പിന്നെ പോകുന്ന വഴിക്ക് ചെറിയ കട കണ്ടാവും നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരു അമ്മച്ചി വളർത്തുന്ന കടയായിരുന്നു കേട്ടോ. എന്നിട്ട് ചായ കുടിച്ച് ഇപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുള്ളതാണ്. നേരത്തെ മനസ്സിലാവും, ഫോണിലായതുകൊണ്ട് തന്നെ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല വീഡിയോസിന്.
ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം വിളിച്ചാൽ മതി കേട്ടോ. പക്ഷെ സത്യം അത്രയും വിളിച്ചില്ല. ഇപ്പോൾ ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട്, ഇരുട്ടായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഊട്ടി എത്താറായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് പെരുന്നാളിൻ്റെ ടൈമിൽ പോയാൽ മതി. എല്ലാം ഗ്യാസ് വണ്ടികൾ തന്നെയല്ല. പിന്നെ അതുപോലെ തന്നെ കർണാടക വണ്ടികൾ ഇഷ്ടംപോലെ കാണുന്നു പ്രാവശ്യം. ഞാൻ നമ്മൾ മറ്റൊരു ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ പിന്നെ ഇരുട്ടായപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ റൂം കേട്ടോ. ഒരുപാട് പറഞ്ഞതിന് ശേഷം റൂം കിട്ടിയത്. റൂമിനൊക്കെ ഉണ്ടെങ്കിൽ ഒടുക്കത്തെ വില. ഇതാണ് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയത്, കഴിക്കാൻ വാങ്ങിയത്. എന്തോ ഒരു സോയാബീനോ ഇതൊക്കെ ഇട്ട് സാധനം. പിന്നെ ഒരു നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ് വാങ്ങി. അതിനൊക്കെ 120 രൂപയാണ്. പിന്നെ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങി. ഈ റൂമിൻ്റെ വില എന്ന് പറയുന്നത് 1000 രൂപയാണ് കേട്ടോ. 1500 രൂപയൊക്കെയാണ് ഈ ടൈമിൽ അവർ റൂമിന് പറയുന്നത്. ആ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവൾ എഴുതി വെച്ചിട്ടുണ്ടോ, 500 രൂപ, 600 രൂപ, 500 രൂപ എഴുതി വെച്ചു കേട്ടോ. പക്ഷേ സീസണിൽ വരുമ്പോൾ അവർ ഈ പൈസയ്ക്ക് ഈ റൂം തരുള്ളൂ, അല്ലെങ്കിൽ റൂം തരില്ല. എന്തായാലും റൂം കുഴപ്പമൊന്നുമില്ല. 1000 രൂപ കൊടുത്ത് കിട്ടിയ റൂമാണ്. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹോട്ട് വാട്ടറും അവൈലബിൾ അല്ലോ, അങ്ങനെയാണ് റൂമിൽ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഇതല്ല ഞങ്ങളെടുത്ത റൂം. ഊട്ടി ടൗണിൽ തന്നെയാണ് കേട്ടോ. അവിടെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അവിടെ ഞങ്ങൾക്ക് മിനറൽ വാട്ടറിൻ്റെ ചെറിയ ബോട്ടുകളൊന്നും കിട്ടില്ല. വലിയ ബോട്ടുകളുണ്ടല്ലോ 5 ലിറ്ററിൻ്റെ, അതൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ. അതിന് ഏകദേശം 80 രൂപ കൊടുക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചെറിയ ബോട്ടുകൾ ഇപ്പോൾ ഏത് കടയിലും കിട്ടില്ല. കാരണം ഫൈനാണ്. ആ ബോട്ടുകളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. അതുപോലെ കടയിലും വിൽക്കില്ല. നമ്മൾ ഊട്ടി ടൗണിൽ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറുതെ കറങ്ങുക. പിന്നെ സാധാരണ നമ്മൾ ഊട്ടി ടൗണിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകാറില്ല. കാരണം ബോട്ട് ഹൗസ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാറില്ല. കാരണം അത് ഒരുപാട് തവണ കണ്ട സ്ഥലങ്ങളാണ്. ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. നമ്മളിങ്ങനെ ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് പ്രകൃതിയൊക്കെ കാണുക, ഒന്ന് കൂളാവുക, തിരിച്ചെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ടൂറാണ് കേട്ടോ. ടൂറെന്ന് പറയാൻ പറ്റില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരിക, അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ മറ്റേ ബോട്ട് ഹൗസിൻ്റെ റൂട്ടാണ് അവിടെ കയറി നോക്കുക. പോകുന്ന വഴിക്ക് ഉള്ളേരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ വരിക, അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വിചാരിച്ച് ഒരു ജോലിയാണ്. ജംഗ്ഷൻ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ചോദിച്ചിട്ട് ഏത് വഴിക്ക് പോകണമെന്ന് ആലോചിച്ച് പോയി. എന്തായാലും ഞങ്ങൾ ആ ബോട്ട് ഹൗസിൻ്റെ റോട്ടിൽ തന്നെ പോയി. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കൃഷിസ്ഥലമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഊട്ടിയിൽ പ്രധാന ആകർഷണം പറഞ്ഞാൽ അവിടുത്തെ കൃഷികളാണ്. ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനത്തെ നല്ല അടിപൊളി ഒരുപാട് കൃഷിസ്ഥലങ്ങളുണ്ട് ഊട്ടിയിൽ. അതുകൊണ്ട് ഈ താഴേക്ക് പറഞ്ഞുണ്ടോ, അപ്പോൾ ഒരുപാട് കൃഷികളുണ്ട്. ക്യാരറ്റിൻ്റെ പച്ചയൊക്കെ പച്ചപ്പാണ്, നല്ല പച്ചപ്പ്, നല്ല അടിപൊളി കാഴ്ച.
എന്തായാലും ഞാൻ ഈ റോഡിന് തിരിഞ്ഞില്ല, വെറുതെ പോയി നോക്കുക, അറിയാവുന്നവർക്ക് തോന്നുന്നു കാഴ്ച ഈ റോഡിന് വെറുതെ തിരിക്കും. കേരള വണ്ടിയിൽ ചില വണ്ടികളൊക്കെ ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ കേൾക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വിചാരിച്ചു. ഊട്ടിയിൽ എപ്പോഴും കാണാനുള്ളതെന്ന് പറഞ്ഞത് തന്നെയാണ് കേട്ടോ കാഴ്ച, പ്രകൃതി. ഈ കുന്നുകളും ഈ കുന്നിൻ്റെ മുകളിലുള്ള പച്ചപ്പും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഏകദേശം സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 11 മണി കഴിഞ്ഞു. പക്ഷേ എന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ ബൈക്കിൽ പോകുമ്പോൾ. ഇതല്ല നിങ്ങൾ, ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കും കേട്ടോ. നമ്മൾ തൊട്ട് പിറകിലായിട്ട് ഈ ഒരു ഭാഗത്ത് പോലെ തന്നെയാണ് റെയിൽവേയുടെ ട്രാക്ക് പോകുന്നത് കേട്ടോ. റെയിൽവേയുടെ ട്രാക്കിൻ്റെ പിറകിലാണ് പോകുന്നത് കേട്ടോ. നല്ല കാഴ്ച കേട്ടോ ഒരു വീട്ടിൽ, നല്ല അടിപൊളി. ആ വീടുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ഭംഗിയുള്ള സ്ഥലമല്ലേ. ആ വീടൊക്കെ തന്നെയാണ് നിൽക്കുന്നതിന് നടുക്കാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി കേട്ടോ, അടിപൊളി കാഴ്ച. സൂപ്പർ. ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാക്കുകളൊക്കെ പോകുന്നുണ്ട്, വേറെ ഒന്നും. ഇതാണ് റെയിൽവേയുടെ ട്രാക്ക് പോകുന്നത്. ഞങ്ങൾ വീണ്ടും അവിടുന്ന് മടങ്ങിയിട്ട് നമ്മൾ ടൗണിലോട്ട് തന്നെ വന്നിട്ടോ. ഇതാണ് നമ്മളെ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. വെറുതെ അകത്തൊന്നും കയറി നോക്കിട്ടോ. തിരക്ക് കുറവാണ് കേട്ടോ, പഴയതുപോലെ നല്ല തിരക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ കുറച്ച് മലയാളീസുകളൊക്കെ കാണുന്നുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി പറ്റി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ നാട്ടിലോട്ടുള്ള യാത്ര തുടങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെയാണ് വണ്ടി എടുത്തത് കേട്ടോ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ആ യെല്ലോ നിറത്തിലുള്ള പൂക്കളുള്ള വിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും അങ്ങനെ ഇറങ്ങാൻ പാടില്ല. നല്ല ഈ പൂക്കളാണ് മൊത്തത്തിലുള്ള കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. പക്ഷെ ഇവിടെ ആളുകളൊക്കെ ഇറങ്ങി ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു തടാകവും. ഈ ലേക്ക് നേരെ പോകുന്നത് ഡാമിലോട്ടാണ് കേട്ടോ, അങ്ങനെ നീണ്ടു കിടക്കുന്നതാണ്. ഇതുണ്ട് അവിടെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ മലകളിലെ കണ്ടില്ല, ആ പൂക്കൾ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഊട്ടിയിൽ പല സ്ഥലത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ആളുകൾ ഇറങ്ങരുത്, റിസർവ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് കാര്യം, അവിടെയൊക്കെ ആളുകൾ ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. 2-3 പേര് വന്നിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ഫൈൻ ഇട്ടു, 2000 രൂപ ഫൈൻ എടുക്കേണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. അവർ നല്ല മാന്യമായിട്ട് പറഞ്ഞു കേട്ടോ. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന എവിടെയോ മൊട്ടക്കുന്നിൻ്റെ ഒരു ഭാഗത്താണ്, പിറകു വശത്താണ് നിൽക്കുന്നത് കേട്ടോ. അത് ടിക്കറ്റ് ഒന്നും ഇല്ലാത്തൊരു ഭാഗത്താണ്. പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ, മൊട്ടക്കുന്നിലോട്ട് പോകുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ മുട്ടക്കുന്ന് കാണുന്നുണ്ട്, അവിടെയൊക്കെ നല്ല ആളോ അങ്ങോട്ട് പോയ ആളുകളുടെ വണ്ടികളും വെച്ചാൽ കാണുന്നത്. എന്തായാലും യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് തന്നെ യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഊട്ടിയിലെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് കുറേ കാഴ്ചകൾ വിട്ടു പോയിട്ടുണ്ട്, അതിനിടയിൽ ഫോണൊക്കെ ഒന്ന് ഓഫായൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് കാഴ്ചകൾ മിസ്സായി പോയി, പകർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.